ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചിട്ടാണ്. പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോഴും നമ്മൾ നാടൻ കസ്തൂരി മഞ്ഞൾ എന്ന് വിചാരിച്ച് നമ്മൾ തേക്കുന്നത് മഞ്ഞക്കുവയാണ്. മഞ്ഞ കാട്ടുകുവ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മഞ്ഞക്കുവയാണ് നമ്മൾ കസ്തൂരി മഞ്ഞളായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷെ അതല്ല ഒറിജിനൽ എന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് അറിയുന്നത്. കുറേ കാലം തേച്ചിട്ട് ഒരു മാറ്റമില്ലാത്ത ഇത് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഡൗട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലിങ്ങനെ വിൽക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ പൊടിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അതൊരു മഞ്ഞ കളറല്ല, ഒരു ക്രീം കളറിലാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംശയത്തിൽ ചേച്ചിനോട് ചോദിച്ചു, ഇതെന്താ മഞ്ഞ കളറിൽ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് ചേച്ചി പറയുന്നത്, ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, ഇതിനൊരു പുകച്ചിലോ നീറ്റോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല കൂളിംഗ് എഫക്റ്റാണ് നമുക്കതിന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു എരിച്ചലോ കസ്തൂരി മഞ്ഞളിന് ഇല്ല, നല്ല കൂളിംഗ് എഫക്റ്റാണ് കിട്ടുന്നത്. പക്ഷെ മറ്റേ കസ്തൂരി മഞ്ഞൾ അങ്ങനെയല്ല, അത് തേച്ചാൽ ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഒക്കെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും വെളുക്കാനല്ലേ, അത് നമ്മുടെ മുഖത്ത് പിടിക്കുന്നതിൻ്റെ എഫക്റ്റാണ് എന്നൊക്കെ. പക്ഷെ അത് നമുക്ക് തെറ്റ് പറ്റി. പക്ഷെ അതിനും മാറ്റമില്ല എന്നല്ല പറയുന്നത്. അതൊരു 30% വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതൊരു 90% നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ ഒരു 5 days ആയിട്ടുള്ളൂ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ട് വരുന്നുണ്ട്. നല്ല വെളുത്തു എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് മറ്റേ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ടുള്ള ഇതിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നത് കൈക്കന വേപ്പിൻ്റെ ഇല, ആര്യവേപ്പ് എന്നൊക്കെ പറയില്ലേ, അത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കസ്തൂരി മഞ്ഞളും കൂട്ടി അരച്ചിട്ടാണ് ഞാൻ തേച്ചിരുന്നത്. അത് റിസൾട്ട് ഉണ്ടായിരുന്നോ ചോദിച്ചാൽ 30% റിസൾട്ട് ഉണ്ടായിരുന്നു. 90% അല്ലെങ്കിൽ 30% റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ പറയാനുള്ളത്, നമുക്ക് ഈ പൊടി വാങ്ങിയിട്ട് ഇതും വേണമെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഒപ്പം ചേർത്ത് ഈ ഗ്ലിസറിൻ്റെ റോസ് വാട്ടറിൻ്റെ മിക്സ് നമുക്കതിൽ ചേർത്ത് തേക്കാം. അപ്പം ഞാൻ ചതിക്കപ്പെട്ട പോലെ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.